നിന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടോട് നിൽക്കണോ? നീ എന്ത് ചെയ്യൂടാ? നീ ആമാടപ്പെട്ടി അത് കൈമാറി നോക്ക്, അപ്പൊ അറിയാം എന്ത് ചെയ്യുന്നു. ഞാൻ കൊടുക്കും. ഇതേ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഈ ആഭരണം പൊന്നിന് കൊടുക്കാനുള്ള അവകാശം എനിക്കുള്ളതാ. അത് അണിയാനുള്ള അവകാശം ശ്രേയമോക്കും ഉണ്ട്. ആരാ തടയാൻ പോകുന്നത് നോക്കാം. ഇത് വാങ്ങുമോളെ. വേണ്ട ആന്റി, ആഭരണങ്ങളൊന്നും എനിക്ക് വേണ്ട. എനിക്കിത് തരുന്നത് അങ്കിളിന് ഇഷ്ടമല്ല. എന്തിനു വെറുതെ ഒരു പ്രശ്നം? ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നു, എല്ലാരും കണ്ടോണ്ടിരിക്കുവല്ലേ. കാണട്ടെ മോളെ, എല്ലാവരും കാണട്ടെ. എങ്കിലേ ഇങ്ങേര് കാണിക്കുന്ന നീതികേട് എല്ലാവരും മനസ്സിലാക്കത്തുള്ളൂ. 30 വർഷമായി ഞാനിത് സൂക്ഷിക്ക. ഇതെനിക്കറിയാം ആർക്ക് കൊടുക്കണമെന്ന്. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ബാലമ്മേ, അമ്മായി പറയുന്നതിലും കാര്യമുണ്ട്. എനിക്ക് ഈ ആഭരണങ്ങൾ അവകാശപ്പെട്ടതല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാനിത് അമ്മായിയെ തിരികെ ഏൽപ്പിച്ചത്. അമ്മായിക്ക് അവകാശപ്പെട്ടത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ, നമ്മളതിൽ ഇടപെടണ്ട. മോളൊന്നും ഉണ്ടായിരുന്നേ. ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ? ബാലമ്മ, തലമുറകളായിട്ട് മൂത്തവർക്ക് കൈമാറി വന്നതല്ലേ. നാളെ അരവിന്ദേട്ടന്റെ കല്യാണം കഴിഞ്ഞ ശ്രേയല്ലേ നമ്മുടെ തറവാട്ടിലെ മൂത്ത മരുമകള്. അമ്മായിയുടെ ആഗ്രഹം ഇപ്പൊ തന്നെ ഇത് കൈമാറണമെന്നാ. അത് ചെയ്യട്ടെ. വർഷമായിട്ട് ബാലുമാമന്റെ കൂടെ ജീവിച്ചതല്ലേ അമ്മായി. ആ അമ്മായിയുടെ ആഗ്രഹത്തിന് കൂടെ നിന്നില്ലെങ്കിലും എതിർക്കണ്ട പ്ലീസ്. എനിക്കൊന്നും അറിയില്ല മോളെ. ഈ കെട്ടുകാഴ്ചകളൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. മല, നാളെ ഈ കല്യാണം നടന്നാലേ ശ്രേയ നമ്മളെ വീട്ടിൽ മരുമകളാകും. അത് നടക്കില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? നീ മിണ്ടാകുന്നാ മതി. ഇത് മേടിക്ക്, മറ്റൊന്നും ചിന്തിക്കണ്ട. 1 മിനിറ്റ് ആന്റി. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ആന്റി അങ്കിളും ചേർന്നാണ് ഈ പാരമ്പര്യ സമ്മാനം എനിക്ക് തരേണ്ടത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇതെനിക്ക് തരാൻ അങ്കിളിന് ഇഷ്ടമല്ല. എന്നുവെച്ച് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അച്ഛന്റെ സ്ഥാനത്തൊരാളുണ്ട്, ശാന്തപ്പനങ്ങൾ. ഹേമാന്റിയും ശാന്തപ്പനങ്ങളും ഒരുമിച്ച് എനിക്ക് ആഭരണങ്ങൾ കൈമാറണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു.